കൺകറന്റ് ലിസ്റ്റിലാണ് വന്യജീവി നിയമം. അതായത് കേന്ദ്രത്തിനും കേരളത്തിനും നിയമം നിർമ്മിക്കാമെന്ന് സാരം. 1972 വന്യജീവി സംരക്ഷണ നിയമത്തിൽ ഒരു സംസ്ഥാനം നടപ്പിലാക്കുന്ന ആദ്യ ഭേദഗതിയാണ് കേരളത്തിലേത്. നോക്കാം വ്യവസ്ഥകളും മാറ്റങ്ങളും. ഏറെക്കാലങ്ങളായി സംസ്ഥാനത്തെ മലയോര മേഖലയെ ഏറ്റവും കുഴപ്പത്തിലാക്കിയിട്ടുള്ള പ്രശ്നമെന്നത് വന്യജീവി ആക്രമണങ്ങളാണ്. അതിനെ തുടർന്നുള്ള മരണങ്ങൾ, പ്രതിഷേധങ്ങൾ ഒക്കെ നമ്മൾ പലവട്ടം കണ്ടതാണ്. മന്ത്രിമാരെ വരെ തടയുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. ഇതിനൊക്കെ ഒരു പരിഹാരത്തിനായി ഞങ്ങൾ മുൻകൈയെടുക്കുന്നു എന്ന പ്രതീതി ജനിപ്പിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഈ വന്യജീവി സംരക്ഷണ നിയമത്തിലെ ഭേദഗതിയിലൂടെ. 1972 വന്യജീവി സംരക്ഷണ നിയമ ഭേദഗതിയിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഭേദഗതി മുന്നോട്ട് വയ്ക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറുന്നുണ്ട്. ആ ഭേദഗതിയിലേക്ക് വരുന്ന മുൻപ് എന്താണ് നിലവിലെ നിയമവ്യവസ്ഥ എന്ന് നമുക്ക് നോക്കാം. ഈ ഒരു അപകടകരമായ സാഹചര്യത്തിൽ ഒരു വന്യമൃഗം വന്നാൽ എന്ത് ചെയ്യാൻ കഴിയും? കാട്ടിലേക്ക് തുരത്തുക എന്നത് മാത്രമാണ് നിലവിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വഴി. അതിനപ്പുറത്തേക്ക് നമുക്ക് വേഗത്തിൽ ചിന്തിക്കാൻ കഴിയില്ല എന്നതാണ് ഒരു വസ്തുത. ഒപ്പം വെടിവെക്കുക എന്നത് ഏറ്റവും അവസാനമായി മാത്രം എടുക്കാവുന്ന ഒരു തീരുമാനമാണ്. ഇനി ആ തീരുമാനം എടുക്കണമെങ്കിൽ തന്നെ 6 അംഗ വിദഗ്ധ സമിതിയുടെ തീരുമാനപ്രകാരമേ അത്തരം നടപടികളുമായി മുന്നോട്ട് പോകാൻ കഴിയൂ. ഇനി ഇങ്ങനെയൊരു ഈ വിദഗ്ധ സമിതി അങ്ങനെ ഒരു തീരുമാനം എടുക്കണമെങ്കിൽ തന്നെ ആ ജീവിയുടെ ഫോട്ടോ വച്ച് ഈ മൃഗം തന്നെയാണ് ഇത്തരത്തിൽ അപകടകരമായ സ്ഥിതി ഉണ്ടാക്കുന്നത് എന്ന് ഉറപ്പിക്കണം. ഒപ്പം ഒരു കടുവയാണെങ്കിൽ അത് നരഭോജിയാണ് എന്ന് ഉറപ്പിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള തെളിവുകൾ കൂടി കിട്ടിയാൽ മാത്രമേ ആ 6 അംഗ വിദഗ്ധ സമിതിക്കും ഒരു ജീവിയെ കൊല്ലാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോകാൻ കഴിയൂ. ഇത് ഒരുപാട് കടമ്പകൾ അവശേഷിക്കുന്ന ഒരു നടപടിക്രമമാണ്. ഇതിലൊക്കെ ഒരു വലിയ മാറ്റം, വേഗത്തിൽ ഒരു നടപടി ഉണ്ടാക്കാനുള്ള ഒരു ശ്രമമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഈ നിയമ ഭേദഗതി. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം കൊല്ലാൻ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ചുമതല നൽകുന്നു എന്നതാണ്. ഈ ചീഫ് വൈൽഡ് ലൈഫ് വാർഡന് ചുമതല നൽകുമ്പോൾ അത് കളക്ടറോ ചീഫ് ഫോറസ്റ്റ് ഓഫീസറോ ഇങ്ങനെയൊരു ശുപാർശ നൽകിയാൽ അക്കാര്യത്തിൽ അദ്ദേഹത്തിന് ഉടനടി തീരുമാനമെടുക്കാൻ കഴിയും. മറ്റൊന്ന്, പട്ടിക 2 നമുക്കറിയാം. ഷെഡ്യൂൾഡ് 2 മൃഗങ്ങൾ പ്രത്യേക സംരക്ഷണ പട്ടികയിലുള്ളതാണ്. അവയാണെങ്കിൽ പോലും ക്രമാതീതമായി പെറ്റുവരികയാൽ അത് മറ്റു ജീവികൾക്കും മനുഷ്യവാസത്തിനുമൊക്കെ ഭീഷണിയാകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അവയെ ക്ഷുദ്രജീവിയായി പ്രഖ്യാപിക്കാമെന്നാണ്. അങ്ങനെയെങ്കിൽ നമുക്ക് മറ്റ് നടപടികളിലേക്ക് പോകാൻ കഴിയും. ഒപ്പം നാട് കടത്താൻ എത്രയും വേഗം ഒരു ജീവി അപകടകരമായ സാഹചര്യമാണെങ്കിൽ അവയെ നാട് കടത്താൻ വ്യവസ്ഥ ചെയ്യുന്നു ഈ നിയമ ഭേദഗതി. നാടൻ കുരങ്ങുകളെ പട്ടിക 2 മാറ്റാനുള്ള ഒരു ശുപാർശയും ഈ നിയമ ഭേദഗതിയിലുണ്ട്. ഭേദഗതി കൊണ്ടുവരുന്ന ആദ്യ സംസ്ഥാനമാകുന്നു കേരളം എന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഇതിലൊക്കെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നിയമ ഭേദഗതിക്ക് ആദ്യം ഗവർണറുടെ അനുമതി വേണം, തുടർന്ന് രാഷ്ട്രപതിയുടെ അനുമതി വേണം. എങ്കിൽ മാത്രമേ ഇത് പ്രാബല്യത്തിൽ വരൂ. അതുകൊണ്ട് തന്നെ അതിനുള്ള സാധ്യതകൾ എത്രത്തോളം ഉണ്ടെന്ന് കണ്ടറിയുക തന്നെ വേണം. പക്ഷേ വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിനെയൊക്കെ മുന്നിൽ കണ്ടുള്ള കൃത്യമായൊരു നീക്കം തന്നെയാണ് ഈ നിയമത്തിലെ ഭേദഗതി സർക്കാർ മുന്നോട്ട് വയ്ക്കുന്നത് എന്ന കാര്യത്തിൽ തർക്കമില്ല. അതിനോടുള്ള പ്രതികരണങ്ങൾ നമ്മൾ കർഷകരുടെ ഇടയിൽ നിന്ന് തന്നെ കേൾക്കുകയും ചെയ്തതാണ്.